ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പഴംപൊരി റെസിപ്പിയാണ്. ഈ ഒരു പഴംപൊരിയുടെ പഴത്തിന് പുറത്തുള്ള ഈ ഒരു മാവ് തന്നെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ പഴത്തിൻ്റെ കൂടെ കഴിക്കുന്ന കാര്യം പറയണ്ടല്ലോ, അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പഴംപൊരിയുടെ വീഡിയോ ഫുള്ളായിട്ടും കണ്ടേക്കണേ, എന്നാൽ മാത്രമേ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു 2 നേന്ത്രപ്പഴത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുത്താൽ മതി. നമ്മൾ സാധാരണ പഴംപൊരിക്ക് വേണ്ടി എടുക്കുന്ന പോലെ മീഡിയം പഴുപ്പുള്ള പഴം തന്നെ ഇതിനും എടുത്താൽ മതി. ഈ ഒരു പഴം തൊലി നന്നായി കറുത്തു പോയിന്നുള്ളൂ, പഴുപ്പ് മീഡിയം പഴുപ്പ് തന്നെ ഈ ഒരു പഴത്തിനുള്ളൂ. ഇനിയിപ്പോൾ ഞാനിത് സാധാരണ പഴംപൊരിക്ക് വേണ്ടി കട്ട് ചെയ്യുന്ന പോലെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 2 നേന്ത്രപ്പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ ഒരു അരക്കപ്പ് പശുവിൻ പാലും അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് 250 ml കപ്പിൻ്റെ അളവിൽ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് മൈദയാണ്. ഞാനിപ്പോൾ 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് മൈദയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഞാനിപ്പോൾ 1 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരക്കപ്പ് അളവിൽ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ്. ഞാനിപ്പോൾ അരക്കപ്പ് അളവിലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പഴംപൊരിയുടെ മാവിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഒരു അരക്കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബൂസ്റ്റ് പൊടിയാണ്. 5 രൂപയുടെ ആ ഒരു ബൂസ്റ്റ് പൊടി ഉണ്ടല്ലോ, അത് 2 പാക്കറ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അരച്ചെടുത്തിട്ട് തയ്യാറാക്കി എടുക്കുന്ന നമ്മുടെ ഈ ഒരു മാവ് ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കളർ ഒന്ന് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി ഒരു കളറും വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മുടെ പഴം പൊരിക്കുന്നതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കില്ല, ആ ഒരു മാവിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഇതും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനിയിപ്പോൾ ഞാനിതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇതിലേക്കൊന്ന് മുക്കിയിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വന്ന എണ്ണയാണിത്. ഒരുപാട് അങ്ങ് ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പഴമെല്ലാം മാവിൽ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല. സാധാരണ നമ്മുടെ പഴംപൊരി പൊരിക്കുന്നതിൻ്റെ അത്രയും തന്നെ എണ്ണ മതിയാവും. ഇപ്പോൾ ഞാനിതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊന്നുമല്ല ഇരിക്കുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ ഒരു പഴംപൊരി ആയിട്ടാണ് നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുള്ളത്. അത്രയേ ഉള്ളൂ നമ്മുടെ സാധാരണ പഴംപൊരിയും ഈ ഒരു പഴംപൊരിയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേങ്കിൽ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.